ആര്യാക്ഷൻ്റെ നേതൃത്വത്തിൽ ദൃക്കാമതിപുരി സേതാഗിരിയെ ആക്രമിക്കാൻ പോവുകയാണ്. യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ വാങ്ങുന്നതിനായിട്ടാണ് ഇപ്പോൾ ആര്യാക്ഷൻ രാജഗുരുവിനെ കാണാൻ എത്തിയിരിക്കുന്നത്. സാധാരണ ഇത്തരം യുദ്ധ സാഹചര്യങ്ങളെല്ലാം ഒരു ചിരിച്ച മുഖത്തോടു കൂടിയായിരുന്നു രാജഗുരു നേരിടാറുള്ളത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ ചിരിയില്ല. അദ്ദേഹം വളരെ അസ്വസ്ഥനായി കാണപ്പെട്ടു. ഇതേപ്പറ്റി ആര്യാക്ഷൻ രാജഗുരുവിനോട് ചോദിക്കുകയും ചെയ്തു. അല്പം ആശങ്കയോടുകൂടിയാണ് രാജഗുരു അതിന് മറുപടി നൽകിയത്. നമ്മൾ ഇതിനു മുമ്പും പല യുദ്ധാന്തരീക്ഷങ്ങളും നേരിട്ടിട്ടുണ്ട്. പക്ഷേ ദൃക്കാമതിപുരിയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് നമ്മൾ അങ്ങോട്ടേക്ക് ഒരു രാജ്യത്തെ ആക്രമിക്കാൻ പോകുന്നത്. നമ്മെ ആക്രമിക്കുമ്പോൾ നാം നടത്തുന്നത് ചെറുത്തുനിൽപ്പാണ്. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മുടെ മണ്ണിൽ നമുക്കെപ്പോഴും മേൽക്കോയ്മ ഉണ്ടാകും. കാരണം ഇവിടുത്തെ മലകളും കാടുകളും നദികളുമെല്ലാം നമുക്ക് സുപരിചിതമാണ്. കാലാവസ്ഥയോടും ഭൂപ്രകൃതിയോടും ലയിച്ച് എങ്ങനെ ആക്രമിക്കണമെന്നും എങ്ങനെ ചെറുത്തു നിൽക്കണമെന്നും നമുക്കറിയാം. എന്നാൽ മറ്റൊരിടത്ത് ഇത്തരം ആനുകൂല്യങ്ങളൊന്നും നമുക്കുണ്ടാവുകയില്ല. മറിച്ച് അവർക്കതുണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ യുക്തിപരമായി ആലോചിച്ച് മാത്രമേ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കാവൂ. അതുപോലെ തന്നെ നമ്മുടെ യുവരാജാവ് ഇപ്പോൾ അവരുടെ ബന്ധനത്തിലാണ്. അവൻ്റെ ആയുസ്സിന് വില പറയുന്ന യാതൊരു പ്രവൃത്തികളും നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. രാജഗുരു പറഞ്ഞ കാര്യങ്ങളെല്ലാം ആര്യാക്ഷൻ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കേട്ടുനിന്നത്. എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും ആര്യാക്ഷന് നല്ല ആത്മവിശ്വാസമുണ്ടായിരുന്നു. അതിന് തക്കതായ കാരണമുണ്ട്. അത് ആര്യാക്ഷൻ രാജഗുരുവിനോട് പറയുകയും ചെയ്തു. രാജഗുരു, അങ്ങിങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അവർ ഒരു വ്യവസായ ഗ്രാമം പോലെയാണ്. അവർക്ക് ശക്തമായ ആയുധബലമോ സേനാബലമോ ഇല്ല. അതിനാൽ തന്നെ അവരെ കീഴടക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായ ഒരു കാര്യം മാത്രമാണ്. ഇത് കേട്ടതും രാജഗുരു പെട്ടെന്ന് തന്നെ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞു, ആരെയും നിസ്സാരമായി കാണരുത്. സേനാബലം മാത്രമല്ല ഒരു രാജ്യത്തിൻ്റെ കരുത്തിനെ അളക്കാനുള്ള മാനദണ്ഡം. അതിനുള്ള ഉത്തമ ഉദാഹരണമാണല്ലോ നമ്മുടെ സാമ്രാജ്യം. പക്ഷേ ഇത് കേട്ട ആര്യാക്ഷന് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അദ്ദേഹം രാജഗുരുവിനോട് പറഞ്ഞു, അങ്ങ് എന്തിനാണ് ആ ചെറിയ രാജ്യത്തിന് നമ്മുടെ സാമ്രാജ്യവുമായി താരതമ്യം ചെയ്യുന്നത്? നമ്മുടെ സേനാബലത്തിനും കരുത്തിനും മുന്നിൽ അവർ വെറും കീടങ്ങളാണ്. അങ്ങ് ധൈര്യമായി ഇരുന്നാലും ഞാൻ തീർച്ചയായും നമ്മുടെ യുവരാജാവിനെയും കൊണ്ട് ഇവിടേക്ക് തിരികെ വരികയുള്ളൂ. ഒരു ചെറു ചിരിയോടെ രാജഗുരു ആര്യാക്ഷന് പോകുവാനുള്ള അന്തിമ അനുമതി നൽകി. ഒരിക്കൽ കൂടി അദ്ദേഹം ആര്യാക്ഷനെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി. അവരുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പഠിച്ച ശേഷം മാത്രം മുന്നോട്ട് നീങ്ങുക. അങ്ങനെ ആര്യാക്ഷൻ തൻ്റെ സേനയുമായി പടപ്പുറപ്പാട് ആരംഭിച്ചു.